മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സമ്മതപത്രത്തിൽ മാറ്റം. ദുരന്തബാധിതർ വീട് മാത്രം സറണ്ടർ ചെയ്താൽ മതിയെന്ന് മന്ത്രി കെ രാജൻ. 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് ഏപ്രിൽ മുതൽ 6 മാസത്തേക്ക് വിതരണം ചെയ്യാനും തീരുമാനമായി. വിവരങ്ങളുമായി ആഷിഖ് ചേരുകയാണ്. ആഷിഖ്, എന്തൊക്കെയാണ് മന്ത്രി അറിയിക്കുന്നത്? ക്ക് ശേഷമാണ് മന്ത്രി വയനാട് ജില്ലയിൽ എത്തിയത്. അതിലാണ് ചില സുപ്രധാനമായ തീരുമാനങ്ങൾ മന്ത്രി പ്രഖ്യാപിച്ചത്. നേരത്തെ തന്നെ മന്ത്രിസഭ തീരുമാനിച്ച തീരുമാനങ്ങളാണ്. അത് ഒന്നുകൂടി വ്യക്തത വരുത്തി ഒന്നുകൂടി മന്ത്രി പ്രഖ്യാപിച്ചതാണെന്ന്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ദുരന്തബാധിതരുടെ വീട് മാത്രം ഏറ്റെടുക്കുന്നു എന്നപ്പെട്ടാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ടൗൺഷിപ്പിൽ വീട് വേണോ അതോ സർക്കാരിന്റെ സാമ്പത്തിക സഹായമായ 15 ലക്ഷം വേണോ എന്ന കാര്യത്തിൽ ഒരു സമ്മതപത്രം നൽകാൻ വേണ്ടി കളക്ടർ ദുരന്തബാധിതരെ നേരിൽ കണ്ടിരുന്നു. പക്ഷേ ഇതിൽ ഭൂരിഭാഗം ആൾക്കാരും ഏകദേശം 196 പേരെ നേരിട്ട് കണ്ടതിൽ വെറും 22 പേർ മാത്രമാണ് വീടിനായി സമ്മതപത്രം നൽകിയത്. ഇതിനെ തുടർന്നാണ് നിലവിൽ ഒരു മാനദണ്ഡത്തിൽ ഒരു മാറ്റം തന്നെ വരുത്തിയത്. അതായത് ദുരന്തബാധിതർ അവിടെ ഭൂമിയോ മറ്റ് സ്ഥാപനങ്ങളോ ചമയങ്ങളോ അതായത് കൃഷിയിടങ്ങളോ ഒന്നും സർക്കാർ നൽകേണ്ടതില്ല. അവരുടെ വീട് മാത്രം സറണ്ടർ ചെയ്താലും മതി എന്നാണ് ഇപ്പോൾ മന്ത്രി കെ രാജൻ അറിയിക്കുന്നത്. നേരത്തെ അവരുടെ ഭൂമിയും കൃഷിയിടങ്ങളും എല്ലാം സർക്കാരിലേക്ക് സറണ്ടർ ചെയ്യണമെന്ന നിർദ്ദേശം. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം വരുത്തിയിരിക്കുന്നു. ഇതോടുകൂടി കൂടുതൽ ദുരന്തബാധിതർ ഈ ഭൂമിയിലേക്ക് സമ്മതപത്രം നൽകി സർക്കാരിന് സമർപ്പിക്കുമെന്നാണ് സർക്കാരിനെ വിചാരിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട മാറ്റമാണ് അത്. സമ്മതപത്രത്തിൽ തന്നെ മാറ്റി ദുരന്തബാധിതർക്ക് വീണ്ടും നൽകുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. മറ്റൊരു പ്രധാന പ്രഖ്യാപനം എന്നുള്ളത് 1000 രൂപയുടെ ഭക്ഷ്യക്കിറ്റ് ഏപ്രിൽ മാസം മുതൽ വിതരണം ചെയ്യാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 7ഓളം റോഡുകളുടെ എസ്റ്റിമേറ്റ് 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വയനാട് വന്ന മന്ത്രി കെ രാജൻ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൽ റോഡടക്കമുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും 27-ാം തീയതി തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ മന്ത്രി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ദുരന്തബാധിതരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം അത് വീട് മാത്രം അവരുടെ ദുരന്തഭൂമിയിൽ സമർപ്പിച്ച നിധി ഭൂമിയും മറ്റ് കൃഷിയിടങ്ങളും എല്ലാം അവരുടെ പേരിൽ തന്നെ നിലനിൽക്കുമെന്നുള്ളതാണ്. ആഷിഖ്, അതായത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും സമരം ഉൾപ്പെടെ നടക്കുകയും ചെയ്തിരുന്നു. അവരുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു തങ്ങളുടെ ആ പ്രോപ്പർട്ടി ആ വിധത്തിൽ തന്നെ നിലനിർത്തണം എന്നൊരാവശ്യം. അത് അംഗീകരിച്ചിരിക്കുന്നു എന്നല്ലേ? ഇത് തന്നെയാണ്. അവിടെ മറ്റ് പല ആവശ്യങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് ഇവർക്ക് ഈ ടൗൺഷിപ്പിലേക്ക് മാറണമെങ്കിൽ 7 സെന്റിൽ നിന്ന് 10% ആക്കണമെന്നും നഷ്ടപരിഹാരം 15 ലക്ഷത്തിൽ 40 ലക്ഷം ആക്കണമെന്നുള്ള നിരവധി ആവശ്യങ്ങൾ അവർക്കിടയിലുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്ന് പറയുന്നത് ഇവരുടെ ദുരന്തഭൂമിയിൽ അവരുടെ ഭൂമി അവർക്ക് തന്നെ സ്വന്തമായി വേണമെന്നുള്ളതാണ്. കാരണം നിരവധി വ്യക്തികൾക്ക് അവിടെ സ്ഥാപനങ്ങളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, മറ്റ് സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അത് തങ്ങളുടെ പേരിൽ തന്നെ നിലനിർത്തണമെന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു. അതിലാണ് ഇവർക്ക് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത്. അതായത് വീട് മാത്രം, പൊളിഞ്ഞ വീടുകൾ മാത്രം സർക്കാരിന് സമർപ്പിച്ചാൽ മതി, ഇടങ്ങളെല്ലാം ആ ഭൂമി തന്നെ അവരുടെ പേരിൽ നിലനിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് ഈ സമ്മതപത്രത്തിൽ തന്നെ സർക്കാർ എഴുതി നൽകും. അതോടുകൂടി തന്നെ കൂടുതൽ ദുരന്തബാധിതർ ഇതിന് അനുകൂലമായി നിൽക്കുമെന്ന് തന്നെയാണ് സർക്കാർ കരുതുന്നത്. ശരി, താങ്ക് യു. ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ ആശ്വാസമാകുന്ന ഒരു തീരുമാനമാണ്. അവരുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുകയാണ് സർക്കാർ. അത് അറിയിക്കുകയാണ് വയനാട്ടിലെത്തിയ റവന്യൂ മന്ത്രി കെ രാജൻ.